ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കുട്ടികളുടെ മലബന്ധത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ശോധനയില്ലായ്മ, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയും. നമ്മളെപ്പോഴാണ് ഈ ശോധനയില്ലായ്മ അല്ലെങ്കിൽ മലബന്ധം ഒരു പ്രശ്നമായിട്ട് വരുന്നത്? അതായത് ഇപ്പോൾ ചില കുട്ടികൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം മലം പോകും. ചിലവർക്ക് 2 ദിവസം കൂടുമ്പോഴേ പോവുള്ളൂ. അപ്പോൾ ഈ 2 ദിവസം കൂടുമ്പോൾ പോകുന്ന കുട്ടിക്ക് ശോധനയുടെ കുറവുണ്ടോ, അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ, ആ കുട്ടിക്ക് ഇപ്പം വയറുമൊന്നും വീർക്കുന്നില്ല, കുട്ടിയുടെ വളർച്ചയ്ക്ക് കുഴപ്പമില്ല, ആഹാര രീതിയിൽ പ്രശ്നങ്ങളില്ലെങ്കിൽ അത് അതിൻ്റെ ഒരു ശീലമാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കുട്ടിക്ക് ഇപ്പം ദിവസം മലം പോകുന്നില്ല, 2 ദിവസം 3 ദിവസം കൂടെ മലം പോകുന്നുള്ളൂ. പക്ഷേ ഈ മലം പോവാത്തപ്പോൾ അതിൻ്റെ വയറ് വന്ന് വീർക്കണുണ്ട്, ഛർദിലുണ്ട്, ഭക്ഷണം കഴിക്കാണ്ടാവുകയാണ്, അതിൻ്റെ വളർച്ച കുറഞ്ഞു വരുവാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ കുട്ടിക്ക് ശോധനയുടെ കുറവുണ്ട്. കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ? ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ ഭക്ഷണ രീതിയാണ്. പലപ്പോഴും പല അമ്മമാരെൻ്റെ അടുത്ത് വരുമ്പോൾ പറയും, ഇപ്പോൾ 2 വയസ്സായ കൊച്ചാണ്, ഞാൻ എന്താ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിയുമ്പോൾ മുലപ്പാല. ഇപ്പോൾ ഈ മുലപ്പാലിൽ ഈ ഒരു 6 മാസം കഴിഞ്ഞാൽ പിന്നെ മുലപ്പാലിൽ കാര്യമായിട്ടുള്ള പോഷകാംശങ്ങളൊന്നുമില്ല, പൊതുവേ ഒരു പാലില്ല. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ നമ്മൾ കട്ടിയുള്ള ആഹാരങ്ങൾ കൊടുത്തു തുടങ്ങണം. നമ്മൾ പണ്ട് ആൾക്കാർ പറയും 6 മാസം ആകുമ്പോൾ ചോറ് കൊടുക്കുമെന്ന് പറയും. അപ്പോൾ അത് ആ കട്ടിയുള്ള ആഹാരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം പാലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടുള്ളത് നെയ്യും കുറച്ച് പ്രോട്ടീനും. അപ്പോൾ ഇത് മുഴുവൻ വയറിലങ്ങ് അബ്സോർബ് ചെയ്ത് പോകും. അപ്പോൾ താഴേക്ക് വരാനൊന്നുമില്ല. നമ്മുടെ വൻകുടലിൻ്റെ അവസാന ഭാഗം രക്തത്തിലേക്ക് എന്തെങ്കിലും വന്നാലേ പുറത്തേക്ക് പോകുള്ളൂ. അപ്പോൾ താഴേക്ക് വരാനുള്ള എമൗണ്ട് കുറയും. അപ്പോൾ ആ എമൗണ്ട് കുറയുമ്പോൾ കൊച്ചിന് മലം പോകണമെന്ന് തോന്നില്ല, കാരണം അതിൻ്റെ അകത്ത് കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അതവിടെ കിടന്ന് കട്ടിയായിട്ട് ഒരു കല്ല് പോലെയാവും. അപ്പോൾ അതൊട്ടും പോകാൻ സാധിക്കുന്നില്ല. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് കുറച്ചും കൂടെ ഈ കട്ടിയുള്ള ആഹാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചോറ്, ചപ്പാത്തി, പയറുവർഗ്ഗങ്ങൾ, ചീര, ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒത്തിരി ഫൈബർ ഉണ്ട്, കൂടാതെ പ്രോട്ടീനും വിറ്റാമിൻസും. അപ്പോൾ അന്നേരം ഇതിൽ കുറച്ച് ഭാഗം ഈ ഫൈബറൊക്കെ താഴെ മലദ്വാരത്തിൻ്റെ അടുത്ത് വരെ എത്തും. അപ്പോൾ അന്നേരം കുട്ടിക്ക് മലം പോകണമെന്ന് തോന്നും, മലം പോകാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ വേറൊരു പ്രശ്നമുള്ളത് വെച്ചാൽ നമുക്കൊരു ശീലമില്ലായ്മയാണ്. അതായത് ഇപ്പോൾ കുട്ടി കൈക്കുഞ്ഞായിരിക്കുമ്പം അതിൻ്റെ വൻകുടൽ എപ്പം നിറയുന്നോ അപ്പോൾ അത് മലം വിടും. അതിന് ബ്രെയിനുമായിട്ട് വലിയ കൺട്രോളില്ല. അപ്പോൾ കൊച്ചു വലുതാവുമ്പോൾ അതിനൊരു ശീലം ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അപ്പോൾ ആ ശീലം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ സാധാരണ ഈ നമ്മുടെ ആ കൊച്ചിന് മലം പോകാനുള്ള ഒരു ശീലം ഉണ്ടാകുന്ന ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്താണ്. അപ്പോഴാണ് ആ ബ്രെയിനുമായിട്ടുള്ള കോർഡിനേഷൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊച്ചിനെ കൊണ്ടുവന്ന് കക്കൂസിൽ അല്ലെങ്കിൽ പോട്ടിയിൽ ഇരുത്തണം. അത് കൃത്യസമയത്ത് രാവിലെയും വൈകുന്നേരവും ഒരു സമയം നിശ്ചയിച്ചിട്ട്, അതായത് സ്കൂളിൽ പോണ സമയം കൂടെ മനസ്സിൽ കണ്ടിട്ട് ആ ഒരു സമയത്ത് നമ്മൾ കൊണ്ടുവന്ന് കക്കൂസിൽ ഇരുത്തണം. അപ്പോൾ ആദ്യം ഇരുത്തുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് പോയില്ല എന്നിരിക്കും. ഇപ്പോൾ നമ്മൾ 7 മണിക്ക് ഇരുത്തി കഴിഞ്ഞ് ചിലപ്പോൾ 10 മണിയാകുമ്പോഴായിരിക്കും പോവുള്ളൂ. സാരമില്ല, പിറ്റേ ദിവസം അതേ സമയത്ത് തന്നെ ഇരുത്തുക. അങ്ങനെ ഒരു 2 ആഴ്ച ഇരുന്ന് കഴിയുമ്പോൾ കുട്ടിക്ക് ആ സമയത്ത് മലം പോകാൻ തന്നെ തോന്നും. വേറൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കൊച്ചു കൊച്ചുങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കഴിച്ചാൽ ഉടനെ മലം പോകണമെന്ന് തോന്നും. അതൊരു റിഫ്ലക്സാണത്. അപ്പോൾ ആ കൊച്ചിനെ ഈ പോട്ടിയിൽ ഇരുത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കക്കൂസിൽ ഇരുത്തുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുക, എന്നിട്ട് കൊണ്ടേ ഇരുത്തുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ജ്യൂസ് കുടിച്ച ഉടനെ, ഇപ്പം നമ്മൾ രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കക്കൂസിൽ പോകണമെന്ന് തോന്നണ മാതിരി ഒരു ജ്യൂസ് കുടിച്ച ഉടനെ അതിന് കക്കൂസിൽ പോകണം തോന്നും. അപ്പോൾ ഒരു കണ്ടീഷൻ റിഫ്ലക്സ് നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൻകുടലിൽ വന്ന് ഈ മലം അടിഞ്ഞു കൂടുമ്പോൾ അത് എല്ലാം കൂടെ കട്ടുകൂടി ഒരു വലിയ കല്ല് പോലെയാവും. ഇപ്പോൾ പണ്ട് നമ്മൾ സോഡക്കുപ്പിയിൽ കല്ലാണ് ഞാൻ സാധാരണ പേഷ്യൻസിനോട് പറയാറുള്ളത്. സോഡക്കുപ്പി കമത്തി കഴിഞ്ഞാൽ ആ സോഡക്കുപ്പിയുടെ അകത്തുള്ള കല്ല്, പണ്ട് കാലത്ത്, ഇപ്പോൾ അത് കാണാറില്ല, പണ്ട് കാലത്തെ കല്ല് വന്ന ഇതടയും. അപ്പോൾ ഇത് ഏതാണ്ട് അതുപോലെയാണ്. കൊച്ചു മലം പോകാനായിട്ട് മുക്കുമ്പോൾ ഈ അകത്ത് കിടക്കണ കല്ല് വന്ന് മലദ്വാരത്തിൽ വന്ന് തട്ടും. അപ്പോൾ ആ കല്ലിന് പുറത്തേക്ക് പോകണമെങ്കിൽ ആ മലദ്വാരം നല്ലോണം വികസിക്കണം. അങ്ങനെ വികസിക്കുമ്പോൾ കൊച്ചിന് വേദന ഉണ്ടാവും. അപ്പോൾ കൊച്ചെന്ത് ചെയ്യും? കൊച്ച് എണിച്ച് നിന്നിട്ട് നമ്മുടെ
പിൻഭാഗത്തെ മസിൽ കൊണ്ട് ഈ കല്ല് മുകളിലേക്ക് തള്ളിവിടാം, അത് തിരിച്ച് വൻകുടലിലേക്ക് തള്ളിവിടാൻ നോക്കും. അപ്പോൾ അത് വൻകുടലിൽ പോയി കഴിയുമ്പം പിന്നെ അവിടെ കിടന്ന് പിന്നെയും ഹാർഡായി പിന്നെയും വലുതാവും. അപ്പോൾ ഈ പ്രവണത അല്ലെങ്കിൽ ഈ ഒരു വിഷ്യസ് സൈക്കിൾ നമുക്ക് ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്തോരം നേരം കല്ല് വൻകുടലിൽ കിടക്കുന്നത്, കാരണം വൻകുടലിൽ നിന്നാണ് അതിൻ്റെ വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നത്. ഹാർഡാവുന്ന വൻകുടൽ വെച്ച്, ചെറുകുടൽ വെച്ച് മലം ലിക്വിഡായിരിക്കും. അപ്പോൾ ഈ വൻകുടലിൽ എന്തോരം നേരം മലം കിടക്കുന്നോ അത്രയും അത് ഹാർഡാവുകയാണ്. അപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് നേരം വൻകുടലിൽ മലം കിടക്കാൻ ഉള്ള സംവിധാനമാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും കക്കൂസിൽ പോകുന്ന ഒരു കൊച്ചിൻ്റെ മലം സോഫ്റ്റായിരിക്കും, കാരണം ആ വെള്ളം വലിച്ചെടുക്കാനുള്ള സമയം അതിന് വൻകുടലിന് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാവിലെയും വൈകുന്നേരവും കൊണ്ടുവന്ന് കക്കൂസിൽ ഇരുത്തണം എന്നുള്ള കാര്യം. പിന്നെ വേറൊരു പ്രശ്നം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മലം വന്നിങ്ങനെ അടഞ്ഞുകൂടി വൻകുടലിൻ്റെ അവസാനം വെച്ചാൽ റെക്റ്റ് അങ്ങ് വികസിക്കും. അത് കണ്ടമാനം വികസിച്ച് കഴിയുമ്പോൾ അതിലേക്കുള്ള ഞരമ്പുകളുടെ ആ ശക്തി പോകും. വെച്ചാൽ മലം വന്ന് കിടക്കണ്ടെന്ന് അറിയാനുള്ള ആ കഴിവ് നഷ്ടപ്പെടും. അപ്പോൾ കൊച്ചിൻ്റെ വൻകുടൽ രക്തം നിറഞ്ഞിരിക്കുകയാണ്, പക്ഷേ കൊച്ചിനറിയാൻ പാടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പോൾ കൊച്ചു മലം പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അമ്മയോട് ചോദിച്ചപ്പോൾ എനിക്ക് പോകണ്ടെന്ന് പറയും. അത് നമ്മളത് ശരിയായി വരണമെങ്കിൽ നമ്മൾ സാധാരണ പറയാറുള്ളത് ആദ്യം കുറച്ച് എനിമ കൊടുത്ത് ഈ കട്ട കൂടി കിടക്കുന്ന മലമെല്ലാം കഴുകിക്കളയണം. അത് വീട്ടിൽ വെച്ച് കൊടുക്കാവുന്ന ടൈപ്പുള്ള എനിമാസ് ഇപ്പോൾ അവൈലബിളാണ്, നമുക്ക് മേടിച്ച് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാതെ, ഇല്ലെങ്കിൽ ആശുപത്രിയിൽ പോയി ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം നമ്മളത് കഴുകിക്കളയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതേമാതിരി കൃത്യസമയത്ത് കൊണ്ടൊന്ന് കക്കൂസിലിരുത്താം. പിന്നെ ഡോക്ടർമാരോട് ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും മരുന്നിൻ്റെ ആവശ്യമുണ്ട്. പല ബ്രാൻഡ്സ് പല തരത്തിലുള്ള മരുന്നുകളുണ്ട്. ചില മരുന്നുകൾ റിട്ടേൺ ആയിട്ടുള്ള മരുന്നുകളുണ്ട്, ചില മരുന്നുകൾ സോഫ്റ്റായിട്ട് വലിയ ഈ മോഷനെ ഒന്ന് സോഫ്റ്റ് ആക്കാനുള്ള മരുന്നുകളുണ്ട്. അങ്ങനെ പല ടൈപ്പുകളുണ്ട്. അതൊരു ഡോക്ടറെ കണ്ടിട്ട് ഏതാ വേണ്ടതെന്നുള്ള അവർ നിശ്ചയിച്ച് തരും. പക്ഷേ ഈ മരുന്നുകൾ കൊടുക്കുന്നതും നമ്മൾ രാത്രി മരുന്ന് സാധാരണ നമ്മൾ രാത്രി കൊടുക്കാനാണ് പറയാറ്. അങ്ങനെ രാത്രി മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ കൊണ്ടുവന്ന് കക്കൂസ് ഇരുത്തുമ്പം വയറ്റിൽ നിന്ന് പോവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ അതുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എത്ര നാൾ മരുന്ന് കൊടുക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. സാധാരണ നമ്മൾ പറയുക എത്ര നാൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നോ അത്രയും നാൾ തന്നെ മുന്നോട്ട് മരുന്ന് വെച്ചാൽ ഇപ്പോൾ കൊച്ചിന് 3 മാസം പ്രായമുള്ളപ്പം വയറ്റിൽ നിന്ന് പോകേണ്ടതായി നമ്മുടെ അടുത്ത് വരുന്ന 1 കൊല്ലത്താണെങ്കിൽ അപ്പോൾ 9 മാസം ആണ് അതിൻ്റെ പീരീഡ്. അപ്പോൾ 9 മാസം നമ്മൾ മരുന്ന് കൊടുക്കണം എന്നാണ് പറയാറ്. പക്ഷെ എന്നാലും ചിലപ്പോൾ നമുക്ക് അതിനേക്കാളും കുറച്ചൊക്കെ നിർത്താൻ സാധിക്കും. പിന്നെ ഒന്ന് നോക്കേണ്ടത് ഇതിന് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ശീലത്തിൻ്റെ അല്ലാതെ വേറെ കാരണങ്ങൾ, ഇപ്പം 2-3 കാരണങ്ങളാണ് അതിന് കാണുന്നത്. ഒന്ന് ജന്മനയുള്ള വൈകല്യങ്ങളാണ്. ഒന്ന് കൊച്ചിൻ്റെ മലദ്വാരം ചിലപ്പോൾ ഇത്തിരി സ്ഥാനം തെറ്റിയിരിക്കുക, എസ്പെഷ്യലി പെൺകുട്ടികളാണെങ്കിൽ. അത് നമ്മൾ വജൈനയുടെയൊക്കെ അടുത്ത് യോനിയുടെ അടുത്തായിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിലെ എല്ലാവരും ഈ നാപ്പിയിൽ അല്ലെങ്കിൽ പാമ്പറിലാണ് കൊച്ച് കിടക്കുന്നതുകൊണ്ട് ഇതിൽ കൂടെ കൊച്ചാകുമ്പോൾ മലം സോഫ്റ്റാണ്. ഇപ്പോൾ ഈ മഷി ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് വളരെ സോഫ്റ്റാണ്. അത് ഇതിൽ കൂടെ പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ കൊച്ചിന് മലം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് പോകും. ഏകദേശം ഒരു 3 മാസമൊക്കെ ആകുമ്പോഴാണ് മലം ഉറയ്ക്കുന്നത്. അപ്പോൾ ഈ മലം ഉറച്ചു തുടങ്ങുമ്പം ഈ ഹോള് ചെറുതാണ്, സാധാരണ തന്നെ പോലെ അതിൻ്റെ ചുറ്റും മസിലില്ല. അപ്പം അതിൽ കൂടെ ഈ മലം വരാണ്ടാവും. അപ്പോഴാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. രണ്ടാമത് ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹേഴ്സ്പ്രിങ്സ് ഡിസീസ് എന്ന് പറയും. അതായത് ഈ വൻകുടലിൻ്റെ അറ്റത്തേക്ക് ഞരമ്പ് വളർന്നിട്ടില്ല. അത് ജന്മനുള്ളൊരു വൈകല്യമാണ്. അപ്പം ആ വൻകുടലിൻ്റെ അറ്റം വെച്ചാൽ രക്തത്തിൻ്റെ ആ ഭാഗം ചുരുങ്ങിയിരിക്കും. അതിന് മലം വരുമ്പം വികസിച്ച് കൊടുത്ത് മലത്തിനെ പുറത്തേക്ക് തള്ളിവിടാനുള്ള കഴിവില്ല. അപ്പോൾ നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചുരുങ്ങിയിരിക്കുന്ന ഭാഗം നമ്മൾ കാണാൻ പറ്റും. അത് നമ്മൾ സർജറി ചെയ്ത് ആ ചുരുങ്ങിയിരിക്കുന്ന ഭാഗം എടുത്ത് കളഞ്ഞ് നല്ല ഭാഗം താഴെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായിട്ടും സുഖമാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഒരു ഡോക്ടറെ കണ്ട് എക്സ്റേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കൊച്ച് ജനിച്ചു കഴിഞ്ഞാൽ മലദ്വാര സ്ഥാനത്തുണ്ടോയെന്ന് നോക്കുക, മലത്തിൻ്റെ സ്ഥാനത്ത് തന്നെ ഉണ്ടോ എന്ന് നോക്കുക. പാമ്പർ കെട്ടിക്കാതിരുന്നാൽ അത്രയും നല്ലത്. കാരണം മലം മാത്രമല്ല മൂത്രം ശരിക്കും പോകുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതൊന്നും നോക്കുക. മല ശരിക്കും പോകുന്നുണ്ട് എങ്കിൽ കുഴപ്പമില്ല. കൊച്ചിനെ സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക.
കട്ടിയുള്ള ആഹാരങ്ങൾ, പ്രോട്ടീൻ കൂടുതലുള്ള ആഹാരങ്ങൾ കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പല കുട്ടികൾക്കും ഭാവിയിൽ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് രക്ഷപ്പെടാൻ സാധിക്കും. താങ്ക് യു.